everyone, welcome back to Salem. It's me, Vijay. മക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. നമ്മുടെ USS എക്സാം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ USS എക്സാമിൽ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ തന്നെ ക്ലാസ്സിലെ ആദ്യം നിങ്ങൾ വന്ന കുട്ടികളൊക്കെ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്ത്, അതോടൊപ്പം തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സാറിന്റെ ക്ലാസ്സുകളുടെ ഫീഡ്ബാക്കുകൾ താഴെട്ടാണ് കേട്ടോ, മറക്കരുത്. അപ്പോ ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണതാ. വേഗം സമയം കളയണ്ട. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂണിറ്റ് ഡിജിറ്റ്, അതായത് വൺസിന്റെ പ്ലേസ്, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. നിങ്ങൾക്ക് എന്താ ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം? വലിയൊരു നമ്പർ, ഏത് തന്നെ നമ്പർ ആയിക്കോട്ടെ, ആ നമ്പറിലെ അവസാനത്തെ അക്കത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിറ്റ് ഡിജിറ്റ് എന്ന പേരിൽ നമ്മൾ വിളിക്കാം. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് എന്താണ് അല്ലെ? അതിലെ ക്വസ്റ്റ്യൻസ്, രണ്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. അതിലെ ഇമ്പോർട്ടന്റ് ട്രിക്കിംഗ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണണമെങ്കിൽ അവസാനം വരെ കാണണം, ആദ്യം മാത്രം കണ്ടു വെക്കരുത്. അപ്പൊ മുഴുവൻ കാണാം. അപ്പൊ എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത്. 2ന്റെ ഫസ്റ്റ് പവർ 2 ആണ്, സെക്കൻഡ് പവർ 4 ആണ്, 2ന്റെ തേർഡ് പവർ 8 ആണ്. അങ്ങനെ 2, 4, 8, 6 ആണ്. അതായത് ഈ കളറിൽ കടുത്തിരിക്കുന്ന ഈ സംഖ്യകളെയാണ് നമ്മൾ എന്താ പറയാ, യൂണിറ്റ് ഡിജിറ്റ്. അതിങ്ങനെ ആവർത്തിക്കുന്ന കണ്ടോ, വീണ്ടും 2, 4, 8, 6 കണ്ടോ, 2, 4, 8, 6 കണ്ടോ. അപ്പോ എത്ര തന്നെ ആയാലും 4 എണ്ണം കൂടുമ്പോൾ ആവർത്തിക്കും. ചോദ്യം ഇങ്ങനെ വരാൻ നമുക്ക് നോക്കാം. 2⁻100, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം ഞാൻ പറയുന്നത്. 2⁻100ന്റെ യൂണിറ്റ് ഡിജിറ്റ് അഥവാ വൺസ് പ്ലേസ് എന്ന് ചോദിക്കാം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താടാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മകളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2 ആണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ 2 ആണ് എന്ന് മനസ്സിലായി. 2 മാത്രമല്ല, 2, 3, 7, 8 ഈ 4 സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ, 8 ആയിക്കോട്ടെ, ഈ 4 സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ, ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ആണ് വന്നത്, അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് അഥവാ വൺസിന്റെ പ്ലേസ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ചോദിച്ചാൽ, നിങ്ങൾ ഈ മുകളിലുള്ള നമ്പർ കണ്ടോ? നിങ്ങൾ ഏതാണ് ഈ നമ്പർ? ഈ നമ്പർ നിങ്ങൾക്ക് അറിയാം, 100. ആ 100 എന്ന് പറഞ്ഞ നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100ൽ എത്ര 4 ഉണ്ട്? 25 4 100 ആണെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴും 4 കൊണ്ടാണോ സാറ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം 0 ശിഷ്ടം റിമൈൻഡർ 0. അപ്പൊ ഈ റിമൈൻഡറിനെയാണ് നമുക്ക് വേണ്ടത്. അതായത് ശിഷ്ടം 0 ആണെങ്കിൽ, ഒരു എക്സെപ്ഷൻ കേസാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസാണ്. ശിഷ്ടം 0 ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 2ന്റെ മുകളിൽ നിങ്ങൾ 4 ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആവും. 2⁻4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 2 × 2 × 2 × 2 അല്ലെ? 2 × 2 × 2 × 2 എന്ന് പറഞ്ഞാൽ അത്ര നിങ്ങൾക്ക് അറിയാലോ. 2⁻4 അത്ര അതാ ഇവിടെ ഉണ്ട്. 16ലെ 6 ആയിരിക്കും നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ അത്ര ഒരേ പൊളി 6. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ് ആൻസർ? യൂണിറ്റ് ഡിജിറ്റ് ഏതാണ് ആൻസർ? 6 ആണ് ആൻസർ ആയിട്ട് വരാം. കത്തിയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, സാറേ 4 എന്തുകൊണ്ടാണ് വന്നത്? മക്കളെ, ഇവിടെ റിമൈൻഡർ 0 വരുന്ന സമയത്ത് മുകളിൽ നിങ്ങൾ ഈ 2ന്റെ മണ്ടയിൽ 4 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ 3 ഇവിടെ വന്നാലും, ബേസ് 3 വന്നാലും, ബേസ് 7 വന്നാലും, ബേസ് 8 വന്നാലും, അവിടെ 3ഓ ഇവിടെ 7ഓ ഇവിടെ 8ഓ വന്നാലും ഇങ്ങനെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ 4 ഇട്ട് കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാർ 4 ആണ് ഇട്ട് കൊടുക്കുന്നത്, ഇപ്പൊ റിമൈൻഡർ 1 വന്നാൽ സാർ എന്താ ഇടുക? റിമൈൻഡർ ശിഷ്ടം 1 വന്നാൽ ഈ 2ന്റെ മുകളിൽ എന്തിട്ട് കൊടുക്കുക? 1 തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആൻസർ 2 ആയിരിക്കും. ഇനിയിപ്പോ ശിഷ്ടം 2 ആണ് വരുന്നെങ്കിലോ, ശിഷ്ടം 2 ആണ് വരുന്നെങ്കിൽ 2ന്റെ മുകളിൽ 2 ഇട്ട് കൊടുക്കുക. ഇവിടെ 2 ആണ് കേട്ടോ, അതുകൊണ്ടാണ് 2ന്റെ മുകളിൽ 2 ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ റെഡി ആവും. 99 ഉണ്ട് ഇവിടെ. 99 എന്ന നമ്പർ ഇവിടെ 2 ആണെന്ന് മനസ്സിലായി. 2 ആണെന്ന് മനസ്സിലായാലും ഉടനെ തന്നെ മുകളിലുള്ള 99നെ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2, 4, 8 റിമൈൻഡർ 1 19 4, 4, 16 ശിഷ്ടം 3 ആണ് അല്ലെ? ആ 3നെ പിടി മുത്തേ ഇവിടെ പറഞ്ഞേ. ആ 3 ആണ് നമ്മുടെ ശിഷ്ടം. അതായത് റിമൈൻഡർ 3 ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2ന്റെ മുകളിൽ എത്ര ഇട്ട് കൊടുക്കുക? 2ന്റെ മുകളിൽ ആ റിമൈൻഡർ 3 ഇട്ട് കൊടുക്കുക. 2⁻3 എന്ന് പറഞ്ഞാൽ ഏതാടാ? 2 × 2 × 2 ദാറ്റ് ഈസ് 8 ആണ് ആൻസർ. സെറ്റ് ആണോ? അപ്പോ ഒരു നമ്പറിന്റെ റിമൈൻഡർ എത്ര കിട്ടുന്നോ അതും ആ നമ്പർ ഏതാ? ഇവിടെ ഇപ്പൊ 2 ആണെങ്കിൽ 2ന്റെ മുകളിൽ ആ 3 ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പൊ 3 ആണെങ്കിൽ എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത് അത് മുകളിൽ ഇട്ട് കൊടുക്കാം. 0 വരുമ്പോൾ മാത്രം 4 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് അപ്പൊ ഒന്നും കൂടെ റെഡി ആവും. നമുക്ക് ഇവിടെ 2 ആണെന്ന് മനസ്സിലായി. അപ്പൊ 98 എന്ത് ചെയ്യണം? എപ്പോഴും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2, 4, 8 റിമൈൻഡർ 1 18 4, 4, 16 18 16 പോയാൽ എത്രയാടാ? 2. അപ്പൊ റിമൈൻഡർ ശിഷ്ടം നമുക്ക് കിട്ടി. ഏതാണ്? ശിഷ്ടം നമുക്ക് കിട്ടിയതാണ്. പറ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 2 ആണ്.
സെറ്റ് അല്ലേ? ആ 2 നിങ്ങൾ എവിടെ ഇട്ട് കൊടുക്കണം? ഈ 2ന്റെ മുകളിൽ, അതായത് ഇവിടെ ബേസ് നമ്പർ 2 അല്ലേ, ആ 2ന്റെ മുകളിൽ അല്ലെ 2 ഇട്ട് കൊടുക്കണം. ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ടേ. 2ന്റെ മുകളില് 2. 2 എത്രയാണ്? 4 ആണ്. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് ദാറ്റ് ഈസ് 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പുള്ളി ആൻസർ 4. മനസ്സിലായോ? അത്രേ ഉള്ളൂ അത്. അതായത് റിമൈൻഡർ എത്ര കിട്ടുന്നുവോ ആ നമ്പറിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ചെറിയൊരു വ്യത്യാസം, 0 വരുവാണെങ്കിൽ റിമൈൻഡർ എത്ര നമ്മൾ മുകളിൽ എത്ര ഇട്ട് കൊടുക്കേണ്ടത്? 4 ഇട്ടു. ഒരിക്കലും 4 റിമൈൻഡർ വരൂല, 0 വരുള്ളൂ. ഓക്കെ, 0, 1, 2, 3 ഇത് മാത്രമേ വരുള്ളൂ റിമൈൻഡർ. ഇതാണ് ക്വസ്റ്റ്യൻ. എടാ മോനെ, ഈ ചോദ്യം നേരത്തെ മാതിരിയുള്ള തന്നെ ചോദ്യമാണ്. ഞാൻ എളുപ്പവഴി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഇതും യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ പ്ലസ് ചിഹ്നമൊക്കെ ഉണ്ട്, പ്ലസ് ചിഹ്നം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിൽ ഏത് നമ്പറിനെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ചോദ്യം നന്നായിട്ട് നോക്കുക. 2 എന്ന് പറയുന്ന സംഖ്യയാണ് വരുന്നത് കേട്ടോ. 2 വരെ ഉണ്ട് അല്ലെ? ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആണ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ 8 എടുക്കോ, ഈ ലാസ്റ്റ് നമ്പറിനെ എടുക്കേണ്ടത്, അതായത് ലാസ്റ്റ് പവർ ആയിട്ട് വരുന്നത്. അങ്ങനെ പ്ലസ് വരുമ്പോ, ഇങ്ങനെ പ്ലസ് ആയിട്ട് വരുന്ന സമയത്ത് നടുക്ക് കണ്ടോ, പ്ലസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ? ഈ പ്ലസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? ലാസ്റ്റ് നമ്പറിന്റെ മുകളിലുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. ആ നമ്പറിനെ എപ്പോഴും എന്ത് ചെയ്യുക? 8 ആണെങ്കിൽ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2, 4, 8 റിമൈൻഡർ 0. ഈ റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഇനി കളിക്കുന്നത്. റിമൈൻഡർ 0 വന്നാൽ, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ മുത്തേ, റിമൈൻഡർ ശിഷ്ടം 0 വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഏതാണ് ഇവിടുത്തെ നമ്പർ? എല്ലാം 2 ആണ്. അപ്പൊ 2ന്റെ മുകളിൽ 4 ഇട്ട് കൊടുക്കണം. പക്ഷേ കഴിഞ്ഞില്ല. നേരത്തെ വെറും 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷേ പ്ലസ് പോലുള്ള സംഖ്യകൾ ഉണ്ട്, വേറെയും കുറെ സംഖ്യകളുണ്ട്. അപ്പൊ നിങ്ങൾ വെറും 2/4 മാത്രം ഇട്ടാ പോരാ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? റിമൈൻഡർ 0 ആണ് വന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? നേരത്തെ മാതിരി 2ന്റെ മുകളിൽ 4 ഇട്ട് കൊടുത്തു. തൊട്ട് ബാക്കിലുള്ള നമ്പർ കൂടെ ഇട്ട് കൊടുക്കണം. പ്ലസ് ഉള്ളതുകൊണ്ട് പ്ലസ് ഇട്ടിട്ട് ചെയ്യണം. 4ന്റെ തൊട്ട് ബാക്ക് എടുക്കുമ്പോൾ 2 വരും. സെറ്റ് അല്ലേ? ആ 3ന്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ കൂടെ എടുക്ക്, 2 റെഡിയാണോ? ആ 2ന്റെ തൊട്ട് ബാക്കിൽ, അപ്പൊ ബേക്കോട്ട് അടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2 അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2 എന്ന് പറഞ്ഞാല് 16 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാലേ നമുക്ക് ആൻസർ കൂട്ടി കിട്ടുന്നതിന് ലാസ്റ്റേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. 2ഉം 4ഉം 6, 6ഉം 8ഉം 14, 14ഉം 16ഉം 30 ആണ്. പക്ഷേ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? അതായത് ഒറ്റയുടെ സ്ഥാനത്തം എത്രയാ, അക്കം എത്രയാന്ന് ചോദിച്ചാൽ ഈ 0 മാത്രം എഴുതിയാൽ മതി. നമ്മുടെ ഉത്തരം ഒരേ പുളി. ഏത് പുളി? ഒരേ പുളി. കിട്ടില്ലോ, സെറ്റടാ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം, അപ്പൊ നിങ്ങൾ കിട്ടിലായിട്ട് പഠിക്കും. ഇവിടെയും 2ന്റെ പ്രത്യേകതയാണ്, നടുക്ക് പ്ലസ് ഉണ്ട്. കണ്ട എവിടെ വരെ അവസാനിക്കുന്ന നോക്ക് കുഞ്ഞോനെ. നോക്ക്, മുകളിൽ 9 ആണ്. 9 വന്നാൽ, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാ, 9 വന്നാൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? 9 2, ഇവിടെ 2 ആണ് ബേസ് നമ്പേഴ്സ്, എല്ലാം നമ്പർ 2 ആണ്. ആ മുകളിലുള്ള നമ്പർ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2, 4, 8 റിമൈൻഡർ 1. 1നെ മതിയിടൂ. റിമൈൻഡർ ശിഷ്ടം ദാറ്റ് ഈസ് 1. എത്ര വന്നത്? 1. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ആ കിട്ടിയ റിമൈൻഡർ 1നെ, ഈ 2 അല്ലേ ഇവിടുത്തെ ബേസ് നമ്പേഴ്സ്, ആ 2ന്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കാം. ഇനി ബാക്ക് അടിക്കണം. ഇവിടെ പക്ഷെ ബാക്ക് അടിക്കുമ്പോൾ നോക്കിയാ 4, 3, 2, 1 അങ്ങനെ വന്നേ. പക്ഷെ ഇവിടെ 2ന്റെ ബാക്ക് 0 അല്ലേ? 0 നിങ്ങൾ ബാക്ക് അടിക്കണ്ട. അപ്പൊ 0 ബാക്കിലോട്ട് എഴുതുന്ന സമയത്ത് 1 കഴിഞ്ഞ് ബാക്കിൽ 0 അല്ലേ? ഇനി എഴുതരുത്, അങ്ങനെ എഴുതരുത്. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്മുടെ തരം യൂണിറ്റ് ഡിജിറ്റ് ഏതാണ് ആൻസർ? ദാറ്റ് ഈസ് 2. സെറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ 2, 1 മാത്രമേ റിമൈൻഡർ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ ഒന്ന് കൂടെ ക്ലിയർ ആവുന്നതാണ്. ഇവിടെയൊക്കെ 2 ആണ് സംഖ്യ, നടുക്ക് പ്ലസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ 10നെ പിടിക്ക്. 10നെ പിടിച്ചു. ആ 10നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ടേ ഡിവൈഡ് ചെയ്യാവൂ. 2, 4, 8 റിമൈൻഡർ 2. ഈ 2 ആണ് നമ്മുടെ റിമൈൻഡർ ശിഷ്ടം. ഇനി എന്താ ചെയ്യാ? ഇവിടെ 2 ആണ് ബേസ് നമ്പേഴ്സ്. ആ 2ന്റെ മണ്ടയിൽ ഈ റിമൈൻഡർ ചേർത്ത് കൊടുക്കുന്നു അല്ലെ? 2 ആണ് റിമൈൻഡർ. ആ 2ന്റെ മുകളിൽ അതേ 2 എന്ത് ചെയ്യുന്നു? ചേർത്ത് കൊടുക്കുന്നു. തൊട്ട് ബേക്ക് അടിക്കും മുത്തേ, ബേക്ക് അടിക്ക്. 2 ഈ 2ന്റെ തൊട്ട് ബേക്കുള്ള നമ്പർ 1.
അപ്പൊ അങ്ങനെ ബേക്ക് അടിക്കണം. ഇനി ബേക്ക് അടിച്ചാൽ പൂജയായി പോവുക ചെയ്തത്. ഓക്കെ, 2^1 എന്ന് പറഞ്ഞ 2 ആണ്, പ്ലസ് 2^2 എന്ന് പറഞ്ഞ 4 ആണ്. 2 + 4 ദാറ്റ് ഈസ് 6 ആണ്. അപ്പൊ പ്ലസ് വരുമ്പോൾ പ്ലസ് ചെയ്യാൻ മറക്കല്ലേ, ഒരേ പൊളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വേഗം ചെയ്ത് നോക്കാം. നേരത്തെ മാതിരി തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 11 എടുക്കും. 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 4 8 ആണ്. റിമൈൻഡർ 3 ആണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ശിഷ്ടം എന്നാണ് അർത്ഥം. അത് 3 വന്നു. ഏതാണ് ഇവിടുത്തെ ബേസ് നമ്പർ? 2 ആണ്. ആ 2ന്റെ മേളിൽ 3 ഇട്ട് കൊടുക്കുന്നു. 3നെ തൊട്ട് വേക്കടി, അടി അടി അടിമുത്തേ അടിമുത്തേ. 2 തൊട്ട് വേക്കൽ വീണ്ടും ഉണ്ട് 2^1 കണ്ടോ. 3 തൊട്ട് വേക്കൽ 2 തൊട്ട് വേക്കല് 1. അത് 3 കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. കൂട്ട് കുഞ്ഞോനെ എങ്ങോട്ട് കൂട്ട്. 2^2 2^1 2 + 2^2 4 + 2^3 എത്രയാണ്? 2^3 8. ഇത് 3 കൂടെ കൂട്ട്. 2ഉം 4ഉം 6ഉം 8ഉം 14. 14 അല്ലേ? ആ 14. ആ 14ലെ ലാസ്റ്റ് നമ്പർ ഈസ് ദ ആൻസർ. ദേ നമ്മുടെ തരം യൂണിറ്റ് ഡിജിറ്റ്. എത്രയാണ് ആൻസർ? 4. സെറ്റ്. എന്ത് ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഇതാ കണ്ടോ, ശ്രദ്ധിച്ച് കേട്ടിരുന്നോ. 2^50. ഇവിടെ പ്ലസ് സാധനങ്ങളൊന്നുമില്ല. ഇതിന്റെ വൺസിന്റെ പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ത്, ഒറ്റയുടെ സ്ഥാനത്തേക്കും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ക്ലാസിന്റെ ഫീഡ്ബാക്കിനോട് കൂടെ ആൻസർ എന്ത് ചെയ്യുക. വെറുതെ ആൻസർ മാത്രം എഴുതരുത്. കാരണം ലൈക്ക് ഇപ്പൊ തന്നെ അടിക്കാത്തൊരു ലൈക്ക് ചെയ്യും. അതോടൊപ്പം ആൻസർ മാത്രം എഴുതരുത്, നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്കും കൂടെ എഴുതണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഫീഡ്ബാക്കുകൾ ഇടാൻ മറക്കരുത്. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അതോടൊപ്പം നേരിട്ടും എന്നോട് ഫീഡ്ബാക്ക് പറയണമെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ സാറോട് പറയാട്ടോ. അപ്പോ ഇറ്റ്സ് മീ VCR. മറക്കണ്ട, താഴെ ഫീഡ്ബാക്ക് ഇടണം. നേരിട്ടും ഫീഡ്ബാക്ക് ഈ ഐഡിയിലൂടെ അറിയിക്കാം. അപ്പൊ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്.